ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കരിക്കുലം വിറ്റെ, ദാറ്റ് മീൻസ് സീവിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് റെസ്യൂം എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കരിക്കുലം വിറ്റെ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ കരിക്കുലം വിറ്റേൻ്റെ ഡെഫിനേഷനാണ് നോക്കാൻ പോകുന്നത്. കരിക്കുലം വിറ്റെ ഈസ് എ ഡീറ്റെയിൽ റെക്കോർഡ് ഓഫ് യുവർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ ജേർണി. നമ്മുടെ ഒരു അക്കാദമിക്കിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ജേർണിയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റെക്കോർഡാണ് ഏതെന്ന് പറയുന്നത് CV എന്ന് പറയുന്നത്. നമ്മളൊരു എംപ്ലോയറിൻ്റെ അടുത്ത് എംപ്ലോയർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മളൊരു പഠിക്കാൻ പോകുന്ന ഹയർ സ്റ്റഡീസിനോ PhDക്കൊക്കെ പഠിക്കാൻ പോകുന്ന ടൈമിൽ ആ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത് നമ്മൾ എന്താണ് പഠിച്ചത്, നമ്മുടെ പ്രൊഫഷണൽ ജേർണി എന്താണെന്നുള്ളത് പറയാനായിട്ടുള്ളത് ഒരു പേപ്പറാണ് അല്ലെങ്കിൽ റെക്കോർഡാണ് ഏത് CV എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ അച്ചീവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെയാണ് ഈ CVയിൽ വരുന്നുണ്ടാവുക. ഇപ്പോൾ നിങ്ങളൊരു BCA സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ BCA ഡിഗ്രി, നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ്, അക്കാദമിക് പ്രോജക്റ്റ്, സർട്ടിഫിക്കേഷൻസ് ഏതൊക്കെ ചെയ്തിട്ടുണ്ട്, ടെക്നിക്കൽ പേപ്പേഴ്സ് ഏതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, വല്ല അച്ചീവ്മെൻറ്റ്സും കോമ്പറ്റീഷന് പോയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഈ CVയിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഇനി എന്തൊക്കെയാണ് ഒരു CVയിൽ ഉണ്ടാവേണ്ട ഡാറ്റാസ്, എന്തൊക്കെ രീതിയിലാണ് ആ ഡാറ്റാസിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് പേഴ്സണൽ ഇൻഫർമേഷൻ. നമ്മുടെ ഒരു പേഴ്സണൽ ഇൻഫർമേഷനെ കുറിച്ചിട്ട് ഒരു കുറച്ച് ഐഡിയ ഉണ്ടാവണം ഒരു CV ഉണ്ടാക്കുന്ന ടൈമിൽ. അതിന് നമ്മുടെ ഫുൾ നെയിം എന്താ, നമ്മൾ എപ്പോഴും പേര് കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ ഫുൾ നെയിം കൊടുക്കണം, ഫോൺ നമ്പർ വേണം, പ്രൊഫഷണൽ ഇമെയിൽ അഡ്രസ്സ് വേണം, സിറ്റി ഓർ ലൊക്കേഷൻ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത്, ഇപ്പോൾ GitHub ഒക്കെ ഉണ്ടെങ്കിൽ IT സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ GitHubഉം പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടാകും, അതിന് ലിങ്ക് കൊടുക്കാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഏതിൽ കൊടുക്കണം, പേഴ്സണൽ ഇൻഫർമേഷനിൽ കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് സെക്ഷനാണ് കരിയർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കരിയർ ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്തിലാണ് ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് എന്തൊക്കെ അച്ചീവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ കരിയർ ഒബ്ജക്റ്റീവിൽ വരുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു BCA ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണ്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം: എ മോട്ടിവേറ്റഡ് BCA ഗ്രാജുവേറ്റ് with a strong interest in software developing and database technology seeking an opportunity to apply programming and problem solving skills in a professional environment എന്ന രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എപ്പം ക്രൊണോളജിക്കൽ ഓർഡറിൽ വേണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കാനായിട്ട്. റിവേഴ്സ് ക്രൊണോളജിക്കൽ ഓർഡർ നിങ്ങളിപ്പോൾ BCA സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആദ്യം BCA കൊടുക്കണം, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന രീതിയിൽ കൊടുക്കണം, ഏത് ഇയറിൽ പാസ്സായി, നിങ്ങളുടെ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ CGPA. നെക്സ്റ്റ് അത് കഴിഞ്ഞ് നിങ്ങൾ കൊടുക്കേണ്ടത് ഹയർ സ്റ്റഡീസിൻ്റെ ഹയർ സെക്കൻഡറി അതാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ +1 +2 ഏത് സ്കൂളാണ്, ഏത് ഇയറാണ്, പേഴ്സൻറ്റേജ്. ദെൻ SSLC കൊടുക്കാം, SSLCൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂളിൻ്റെ പേര്, ഇയർ, അതുപോലെ തന്നെ പേഴ്സൻറ്റേജ് എന്ന കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് കൊടുക്കേണ്ടതാണ് ടെക്നിക്കൽ സ്കിൽസ്. നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസാണ് നമ്മുടെ ഒരു BCA സ്റ്റുഡൻറ്റ്, ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെ കേസിലും ഒരു CVയിൽ ആഡ് ചെയ്യേണ്ട ഒരു മെയിൻ ഒരു ഏരിയ ആണ് ഈ ടെക്നിക്കൽ സ്കിൽ എന്ന് പറഞ്ഞത്. നോർമലി ഒരു BCA സ്റ്റുഡൻറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ടാകും, C++, ജാവ, പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ടാകും. വെബ് ടെക്നോളജിൻ്റെ HTML, CSS, JavaScript, അതുപോലെ MySQL, SQL, പിന്നെ അതേപോലെ തന്നെ ടൂൾസ് നമുക്ക് GitHub അറിയുന്നവരുണ്ടാകും, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അറിയുന്നവരൊക്കെ ഉണ്ടാവും. സോ അതൊക്കെയാണ് ടെക്നിക്കൽ സ്കില്ലിൽ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ ആണ് അക്കാദമിക് പ്രോജക്റ്റ് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു BCA സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പ്രോജക്റ്റ് എങ്കിലും ചെയ്തിട്ടുണ്ടാകും. ആ പ്രോജക്റ്റ് നിർബന്ധമായിട്ട് കൊടുക്കണം. പ്രൊജക്റ്റിൻ്റെ നെയിം എന്താണെന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്ത് ടെക്നോളജിയാണ് പ്രൊജക്റ്റിൽ യൂസ് ചെയ്തത്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, മെത്തഡോളജി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു അബ്സ്ട്രാക്റ്റിനെ ഒരു 4 to 5 ലൈൻസ് ആയിട്ട് അല്ലെങ്കിൽ മാക്സിമം ഒരു 4 ലൈൻസ് ആക്കി എഴുതലാണ് അക്കാദമിക് പ്രൊജക്റ്റ് എന്ന CVയിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇൻറ്റേൺഷിപ്പ് ഓർ വർക്ക് എക്സ്പീരിയൻസ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടാവണമെങ്കിൽ ആ ഇൻറ്റേൺഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹാൻഡ്സ് ഓൺ പ്രോജക്റ്റൊക്കെ ചെയ്തൊരു ഇൻറ്റേൺഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാവുന്നതാണ്. എന്താണ് നിങ്ങളുടെ പൊസിഷൻ, എന്താണ്, ഏത്
ഏത് കമ്പനിയിലാണ്, എത്ര ഡ്യൂറേഷൻ ഉണ്ട്, അവിടെ നിങ്ങൾ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്തു, അവിടെ നിങ്ങൾ എന്തൊക്കെ സ്കിൽസ് നിങ്ങളുടെ അപ്ലൈ ചെയ്തു, നിങ്ങൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ പ്രൊജക്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ആണ് സർട്ടിഫിക്കേഷൻ. സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, നിങ്ങൾ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത സർട്ടിഫിക്കേഷൻസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ കോഴ്സെറയിലും അതുപോലെ തന്നെ ലിങ്ക്ഡിൻ ലേണിംഗ്, യൂഡെമിയിലൊക്കെ നിങ്ങൾ സർട്ടിഫിക്കേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് പർട്ടിക്കുലർ സ്കില്ല് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് കൊടുക്കേണ്ട ഏരിയ ആണ് ഈ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് അച്ചീവ്മെൻറ്റ്സ്. അച്ചീവ്മെൻറ്റ്സ് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും കോഡിങ് കോമ്പറ്റീഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾക്കിപ്പോൾ കോളേജിൽ പ്രൊജക്റ്റിന് അവാർഡ് കിട്ടിയിട്ടുണ്ടോ, എന്തെങ്കിലും പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ടോ, ഹാക്കത്തോൺ, അങ്ങനെ എന്തെങ്കിലും അക്കാദമിക് സ്കോളർഷിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതാണ് അച്ചീവ്മെൻറ്റ്സിൽ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ആണ് റിസർച്ച് ഓർ പബ്ലിക്കേഷൻസ്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കരിക്കുലം വിറ്റ് CV എന്ന് പറയുന്നത് ഒരു ഹയർ എഡ്യൂക്കേഷൻ ടീച്ചിങ് എക്സ്പീരിയൻസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടീച്ചിങ് റിലേറ്റഡ് ജോബിലോട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ PhDയിലോട്ടോ വേണമെന്നുണ്ടെങ്കിൽ റിസർച്ചും പബ്ലിക്കേഷൻസും ചെയ്തിട്ടുണ്ടാവണം. സോ ആ റിസർച്ചും പബ്ലിക്കേഷൻസും അതിൻ്റെ സർട്ടിഫിക്കേഷൻസ്, ഏത് പേപ്പറാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തത്, ഏത് കോൺഫറൻസിലാണ്, അതിലെന്തൊക്കെയാണ് ഉദ്ദേശിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് റിസർച്ച് ഓർ പബ്ലിക്കേഷൻസിൽ വരിക. നെക്സ്റ്റ് വൺ ആണ് സോഫ്റ്റ് സ്കില്ല്. സോഫ്റ്റ് സ്കില്ല് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ഏതൊക്കെ ലാംഗ്വേജസ് ഉണ്ട്, ഇപ്പോൾ നമുക്ക് ടീം വർക്ക് ചെയ്യാൻ, ഇന്നൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടെങ്കിൽ ടീം വർക്ക് ചെയ്യാനുള്ള സോഫ്റ്റ് സ്കില്ലുണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെയാണ് സോഫ്റ്റ് സ്കില്ലിൽ കൊടുക്കുക. നെക്സ്റ്റ് വൺ ആണ് റെഫറൻസസ്. റെഫറൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ CV ഡാറ്റാസ് എല്ലാം കൊടുത്തു, ആ കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റാണ് എന്നുള്ള രീതിയിൽ റെഫറൻസ് വെക്കലാണ് ചെയ്യുക. റെഫറൻസ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൊഫസേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റീസ് ടീച്ചേഴ്സിനെ കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ പ്രൊജക്റ്റിലുള്ള ഗൈഡിനോ ഇൻറ്റേൺഷിപ്പ് സൂപ്പർവൈസറിനോ പ്രീവിയസ് എംപ്ലോയറിനോ കൊടുക്കാവുന്നതാണ്. കാരണം അവരുടെ അടുത്ത് ഈ കമ്പനിയിൽ ആരെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്ത ടൈമിൽ അവരെ വിളിച്ച് ചോദിക്കുന്നുണ്ടാകും, ദേ ആർ വർക്കിംഗ് ഓക്കെ ആണോ, അവർ വർക്ക് ചെയ്ത പ്രോപ്പറായിട്ട് തന്നെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് ഈ റെഫറൻസ് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് ഇതൊക്കെയാണ് നമുക്ക് ഡാറ്റാസ്, ഒരു CV വേണ്ട മെയിൻ കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്തൊക്കെ വേണം, നമ്മുടെ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ വേണം, കരിയർ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, ടെക്നിക്കൽ സ്കില്ല് ഉണ്ടായിരിക്കണം, അക്കാദമിക് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണം, ഇൻറ്റേൺഷിപ്പ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, സർട്ടിഫിക്കേഷൻസ് വേണം, അച്ചീവ്മെൻറ്റ്സ് വേണം, റിസർച്ച് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ പബ്ലിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം, സോഫ്റ്റ് സ്കില്ല് ആഡ് ചെയ്തിട്ടുണ്ടാവണം, ആൻഡ് ഫൈനൽ റെഫറൻസ്. സോ ഇതൊക്കെയാണ് ഒരു CV ആഡ് ചെയ്യേണ്ട ഡാറ്റാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എങ്ങനെയാണ് ഒരു CV നല്ല CV ആക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, എപ്പോഴാണ് CV നല്ലൊരു CV ആക്കുന്നത്? സോ ഫസ്റ്റ് വൺ ആണ് ക്ലിയർ ആയിരിക്കാം. ഒരു റിക്രൂട്ടറിന് പെട്ടെന്ന് ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ എന്താണ്, നിങ്ങളുടെ സ്കിൽ എന്താണ്, നിങ്ങൾക്കുള്ള അച്ചീവ്മെൻറ്റ്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ക്ലിയർ ആയിട്ട് വേണം CV കൊടുക്കാനായിട്ട്. റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വേണം കൊടുക്കാനായിട്ട്. ഓപ്പർച്യൂണിറ്റി എന്താണോ ആ ഓപ്പർച്യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ട്. അക്യുറേറ്റ് ആയിരിക്കണം, ഒരിക്കലും തെറ്റായിട്ടുള്ള, അല്ലാണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയാതെ ഉള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുന്ന ഫാൾസ് ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കലാണ് തേർഡ് വൺ എന്ന് പറഞ്ഞത്. പിന്നെ വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും, നല്ല ഹെഡിങ്സ് യൂസ് ചെയ്ത് ലൈൻസ് തമ്മിൽ നല്ല സ്പേസൊക്കെ ഇട്ട്, അത്യാവശ്യം സ്പേസും അതേപോലെ തന്നെ ഒരേപോലത്തെ ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ ഒരേപോലത്തെ ഹെഡിങ്സിനൊക്കെ ഒരേ സൈസ്, ബാക്കി പാർട്സിനൊക്കെ വേറൊരു സൈസ്, ഫിക്സഡ് സൈസ്, അങ്ങനെയൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ ആണ് എറർ ഫ്രീ ആയിരിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവാൻ പറ്റും. നമ്മളെപ്പോഴും ഒരു ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളെപ്പോഴും 2 പ്രാവശ്യങ്ങൾ വായിച്ച് നോക്കണം, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, ഗ്രാമർ മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസൊക്കെ തെറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ആണ് പ്രൊഫഷണൽ ആയിരിക്കണം. ഭയങ്കര എക്സ്റ്റെൻസീവ് കളറോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫോണ്ട് ഗ്രാഫിക്സ് ഒന്നും ആഡ് ചെയ്യാതെ ഏറ്റവും മിനിമലായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന രീതിയിൽ വേണം എപ്പോഴും ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഒരു CV ക്രിയേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ നോക്കുന്നതാണ് നോർമലി കാണാവുന്ന CV മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകും, അതുപോലെ തന്നെ നമുക്കില്ലാത്ത സ്കിൽസ് ആഡ് ചെയ്തിട്ടുണ്ടാകും, ഇല്ലാത്ത അച്ചീവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സസ് ഒക്കെ ഉണ്ടാവും, അതുപോലെ ഭയങ്കര ലോങ് പാരാഗ്രാഫ്സ്, ഒരു ആവശ്യമില്ലാത്ത ഇറലവൻ്റ് ആയിട്ടുള്ള ഹോബീസ് ആഡ് ചെയ്യുക, ഭയങ്കരമായിട്ടുള്ള ഇൻഫർമേഷൻസ്, പേഴ്സണൽ ഇൻഫർമേഷൻ, ഇപ്പോൾ ഫാദറിൻ്റെ നെയിം, മാരീഡ് ആണോ ആ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഒരു പേഴ്സൻ്റെ
സി വി അങ്ങനെ കോപ്പി അടിക്കുക. അവരുടെ സ്കിൽ എന്താണോ ആ സെയിം സ്കില്ല് വെക്കുക. ഒട്ടും വായിച്ച് നോക്കാതെ സെയിം സാധനം ഫോളോ ചെയ്യില്ലെങ്കിൽ സി വിയിൽ കാണുന്ന കോമൺ മിസ്റ്റേക്കാണ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതാ ഡിസ്കസ് ചെയ്തത് സി വി എന്ന് പറയുന്നത് ഒരു റെക്കോർഡാണ്. നമ്മുടെ ഒരു സ്കിൽസ്, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മൾ എന്താണെന്നുള്ള കാണിക്കുന്ന ഒരു റെക്കോർഡാണ് സി വി എന്ന് പറയുന്നത്. സി വി കമ്പയർ ടു റെസ്യൂമെ സി വി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലെങ്തി ആണ്. സി വി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ റെസ്യൂമൊക്കെ കോമൺലി യൂസ് ചെയ്യുന്നത് ഒരു ടെക് ഫീൽഡിലോട്ടാണെന്നുണ്ടെങ്കിൽ സി വി യൂസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ഫീൽഡിലോട്ട് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് എടുക്കണമെങ്കിൽ അതും കമൻസിലിടാവുന്നതാണ്. സോ ക്ലാസ് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.